നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഗൾഫിലേക്ക് നീളുന്നു. ദുബായിലെ ചില ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് ഇ ഡി നീക്കം നടത്തുന്നത്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ ഡി റെയ്ഡിനു നേരെ CPM നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇ ഡി ഡയറക്ടർ കൊച്ചിയിലെത്തി നടത്തിയ മീറ്റിംഗിലാണ് ഈ തീരുമാനം. വിദേശത്തുള്ള അന്വേഷണം വീണ വിജയനെ മാത്രമല്ല പിണറായി വിജയനെ കൂടി ബാധിക്കുന്നതാണ്. പിണറായിയുടെ മകൻ ജോലി ചെയ്യുന്നത് വിദേശ ബാങ്കിലാണ്. മുഖ്യമന്ത്രി ആയിരിക്കെ പിണറായിയുടെ അടിക്കടിയുള്ള ഗൾഫ് സന്ദർശനവും ഇടപാടുകളുമൊക്കെ പാർട്ടിയിലും പുറത്തും ചർച്ചാ വിഷയവുമായിരുന്നു. എന്നാൽ മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ മാത്രമാണ് അന്വേഷണമെന്നാണ് ഇ ഡി വ്യക്തമാക്കിയത്. പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ റെയ്ഡ് നടന്നപ്പോഴും പിണറായിയെ ചോദ്യം ചെയ്യാൻ ഇ ഡി മുതിർന്നിരുന്നില്ല. മാസപ്പടി കേസിൽ പിണറായിയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകളും ഇ ഡിക്ക് ലഭിച്ചില്ലെന്നാണ് സൂചന. എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന ഇ ഡി റെയ്ഡിലെ അക്രമം സ്ഥിതിഗതികൾ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. വളരെ ഗൗരവമാണ് ഇപ്പോൾ ഈ കേസ് ഇ ഡി എടുത്തിട്ടുള്ളത്. മാസപ്പടി കേസ് അന്വേഷണം നടക്കുമ്പോഴൊന്നും ഇ ഡി ഡയറക്ടർ നേരിട്ടെത്തി നിർദ്ദേശം നൽകിയിട്ടില്ല. എന്നാൽ ആക്രമണത്തിന് ശേഷം സ്ഥിതി മാറി. ഇ ഡി ഡയറക്ടർ തന്നെ കൊച്ചിയിൽ നേരിട്ട് വരികയും കേസിൽ പഴുതടച്ച അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും നിലവിലെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. കൊച്ചിയിലെ ഈ യോഗത്തിൽ തന്നെയാണ് വിദേശ ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യം പരിശോധിക്കാൻ വേണ്ടി ഇ ഡി ഡയറക്ടർ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തത്. വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും UAE എംബസിയുടെയും സഹായം തേടാനാണ് ഇ ഡി നീക്കം. മാസപ്പടി കേസ് അന്വേഷണത്തിൽ കരിമണൽ കർത്തായും വീണയും ബാങ്ക് ലോക്കറുകൾ ഉപയോഗിക്കുന്നതായി ഇ ഡിക്ക് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഈ കാര്യം അന്വേഷണ ഏജൻസിക്ക് മുന്നാലെ ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ലോക്കറിന്റെ വാടക വർഷാവർഷം അടയ്ക്കുന്നത് കണ്ടെത്തിയാണ് ഇവർ ലോക്കറുകൾ ഉപയോഗിക്കുന്നതായി ഇ ഡി മനസ്സിലാക്കിയത്. 7 ലോക്കറുകളുടെ കാര്യമാണ് ഇപ്പോൾ അന്വേഷണത്തിലുള്ളത്. ഈ ലോക്കറുകളും പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇ ഡിക്ക് നേരെ കൊച്ചിയിൽ നടന്ന ആക്രമണത്തിന്റെ പേരിൽ CPM പശ്ചാത്തപിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ജയിലിലുള്ള സഖാക്കൾ ജയിലിൽ തന്നെ തുടരുകയാണ്. ഇവർക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ മാസപ്പടി കേസിൽ പിണറായിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്ന അവസ്ഥയാണ്. കോടതി അന്വേഷണത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിയതിനാൽ ജാഗ്രതയോടെ നിലകൊള്ളേണ്ട അവസ്ഥയിലാണ് നിലവിൽ CPM.